മലമ്പുഴ മണ്ഡലം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ മണ്ഡലമാണ്. ആ മലമ്പുഴ മണ്ഡലത്തിൽ വി.എസിന്റെ നേളായി നിന്നിരുന്ന സുരേഷ്, അദ്ദേഹമാണ് ഇപ്പോൾ മലമ്പുഴ മണ്ഡലത്തിൽ CPM-നെതിരെ മത്സരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയിരുന്നു, പക്ഷെ അദ്ദേഹത്തെ തിരിച്ചെടുത്തില്ല. വളരെ സൗമ്യ സ്വഭാവക്കാരനാണ് സുരേഷ്. പൊതുവെ എല്ലാവർക്കും പ്രിയങ്കരനാണ്. അങ്ങനെയൊരു കാൻഡിഡേറ്റിനെ, അതായത് CPM-ന്റെ അകത്തളങ്ങളിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന അവരുടെ ഒരു പാർട്ടി അണിയായിട്ടുള്ള സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കുന്ന സമയത്ത് CPM-ന് വലിയ ക്ഷീണമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. അങ്ങനെ വി.എസ്. അച്യുതാനന്ദന്റെ സന്തത സഹചാരിയെ തന്നെ CPM-നെതിരെ മലമ്പുഴയിൽ മത്സരിപ്പിക്കുന്നു, വി.എസിന്റെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നു. അങ്ങനെ ഒരു നേട്ടമാണ് ഇപ്പോൾ കോൺഗ്രസ് കൊയ്യാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ആത്യന്തികമായ ഇങ്ങനെയൊരു നേട്ടത്തിന്റെ ഗുണം അനുഭവിക്കാൻ പോകുന്നത് BJP ആണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും വളരെ ശക്തമായ പോരാട്ടമാണ് കൃഷ്ണകുമാർ നടത്തിയത്. വി.എസ്. അച്യുതാനന്ദൻ മത്സരിച്ചപ്പോഴൊക്കെ, കഴിഞ്ഞ തവണ പ്രഭാകരൻ മത്സരിച്ച സമയത്തും 2ാം സ്ഥാനത്ത് വന്നിരുന്നത് കൃഷ്ണകുമാർ ആയിരുന്നു. സുരേഷിന് CPM-ന്റെ നല്ലൊരു ശതമാനം വോട്ടുകൾ, ഒരു 10,000 വോട്ടെങ്കിലും CPM-ന്റെ മാറ്റി പിടിക്കാൻ സുരേഷിന് കഴിയുകയാണെങ്കിൽ അതിന്റെ ഗുണം അനുഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കില്ല, മറിച്ച് BJP ആയിരിക്കും. അതുകൊണ്ട് തന്നെ വി.എസ്. അച്യുതാനന്ദന്റെ മുൻ PA മലമ്പുഴയിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും സന്തോഷിക്കുന്നത് BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആയിരിക്കും.